കാരളിലും വയലെള്ളുമാണ് നമുക്ക് പണ്ട് തുടങ്ങി നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത്. കാരളിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്കുള്ളത് വയലെള്ളാണ് അല്ലേ. ഒരുപാട് തവണ നമ്മൾ എള്ള് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എള്ളിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിന്ന് വൈറ്റമിൻ ഡി കുറഞ്ഞു അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു, ഫെർട്ടിൻ ലെവൽ കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തുടങ്ങി ഒരു 6 വർഷത്തിന് മുൻപായിട്ട് നമ്മളത് പറഞ്ഞ് വെച്ച് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് പേഴ്സണലി ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി ആയതുകൊണ്ടാണ് എള്ള് കഴിക്കണം എന്ന് പറയുന്നത്. പണ്ടുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ളൊരു അറിവാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചതിനേക്കാളും ഞാൻ പഠിച്ചതിനേക്കാളും ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതിനേക്കാളും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് വരുന്നതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. എള്ള് കഴിക്കുന്നത് ശരിക്കും അതിൻ്റെതായ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, പുറം നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് എള്ള് സീസണിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെള്ള എള്ളും ഉപയോഗിക്കും, കറുത്ത എള്ളും ഉപയോഗിക്കും. കൂടുതലും വൈറ്റ് എള്ളാണ്, വൈറ്റ് സെസമയാണ്, സീഡാണ് കണ്ടിട്ടുള്ളത്. എന്നാലും നമ്മുടെ നാട്ടിൽ നമുക്ക് സുലഭമായി കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത എള്ളാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. കാരളിലും വയലെള്ളും തിരിച്ചറിയാനുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന വേറൊരു ടൈപ്പ് എള്ളായിരുന്നു. ഇന്ന് ഇപ്പോൾ കാരളിൽ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എണ്ണ കിട്ടാനും ബുദ്ധിമുട്ടാണ്. ശരിക്കും നല്ല ഓർഗാനിക് ആയിട്ട് കിട്ടുന്നതുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എള്ള് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ ഒരു വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് എണ്ണ തെളിയുന്ന ഒരു പാകം വരും. നമ്മൾ നട്ടെല്ലാം വറുക്കുന്ന സമയത്ത് നമ്മൾ ബയോട്ടിൻ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നല്ലോണം വറുത്തെടുത്ത് അത് ഒരു ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ക്രഷ് ചെയ്തെടുക്കുക. കൂടെ ഒരല്പം തേനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു വെണ്ണ പോലെ അല്ലെങ്കിൽ നല്ലൊരു ലേഹ്യത്തിനൊരു പരുവമായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. അത് നമ്മൾ ഡെയിലി ഒരു 1/2 സ്പൂൺ വെച്ചിട്ട് ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ്, അതുപോലെ നമുക്ക് ദേഷ്യം വരുന്നത്, ഉറക്കക്കുറവുണ്ടാവുന്നത്, ഫെർട്ടിൻ ലെവൽ കുറയുമ്പോൾ നമ്മുടെ മുടി നേർത്ത് പൊട്ടുന്നത്, അതുപോലെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് താളം തെറ്റും അറിയാവുന്ന കാര്യമാണ്. പീരീഡ്സ് ടൈം കറക്റ്റ് അല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നത്, ഇതിനെല്ലാം നമുക്ക് പരിഹാരമായിട്ട് നമ്മുടെ എള്ളിന് ഉപയോഗിക്കാം. ഫെർട്ടിൻ ലെവൽ കറക്റ്റ് ആക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മളുടെ എള്ളെന്ന് പറയുന്നത്. ദിവസവും നമുക്ക് 1 സ്പൂൺ വീതം, ഒന്നില്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് ഒരു 1 അവർ ബിഫോറൊക്കെ നമുക്ക് എടുക്കുക. പണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് മേമ്പൊടിയായിട്ട് പാലും കൂടെ കഴിച്ചിരുന്നു. അത്രയൊന്നും പോകണം എന്നില്ല. നല്ലൊരു ഇളം ചൂടുവെള്ളം കൂടെ നമ്മളിതിൻ്റെ കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.